വീഡിയോടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഐ കാർഡ് അല്ലെങ്കിൽ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുകൾക്കും ട്രിക്സുകൾക്കും ഒക്കെ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോളം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്ന പലർക്കും അറിയത്തില്ലായിരിക്കും എന്താണ് ഐ കാർഡ് അല്ലെങ്കിൽ എന്താണ് ഐ ബട്ടൺ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ കഴിയുന്ന ഈ ഒരു സാധനമാണ് ഐ കാർഡ് അല്ലെങ്കിൽ ഐ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പഴയ വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഴയ വീഡിയോസിലൂടെ പുതിയ വീഡിയോസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിലൂടെ പഴയ വീഡിയോസുകളിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പുതിയ വീഡിയോ കാണുവാൻ വേണ്ടി വരുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു പഴയ വീഡിയോ സജസ്റ്റ് ചെയ്യുകയും ചിലപ്പോൾ അവർ ആ ഒരു വീഡിയോയിലേക്ക് പോയി കാണാനും അങ്ങനെ ആ ഒരു വീഡിയോ ഡെഡ് ആവാതെ റൺ ആകാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു ഐ കാർഡ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസുകളെ പഴയ വീഡിയോസുകളിലൂടെ പ്രൊമോട്ട് ചെയ്ത് വൈറലാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഇപ്പോൾ പഴയ വീഡിയോസിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്, ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിന് ഏകദേശം 2 ദിവസം കൊണ്ട് 4000 അടുത്ത് വ്യൂസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ഐ കാർഡ് ആക്കി ഞാൻ എൻ്റെ ആ ഒരു പഴയ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എൻ്റെ ഈ ഒരു പുതിയ വീഡിയോ സജസ്റ്റ് ചെയ്യുകയും അവർ നമ്മുടെ വീഡിയോയിലേക്ക് കയറി വരാനും അങ്ങനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ റീച്ച് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പുതിയ വീഡിയോയിലൂടെ പഴയ വീഡിയോസുകളും പ്രൊമോട്ട് ചെയ്യാം, പഴയ വീഡിയോസിലൂടെ പുതിയ വീഡിയോസുകളും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനകത്തിലെ വീഡിയോസുകൾ മാത്രമല്ല നമ്മുടെ ചാനൽ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലിങ്കുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഐ കാർഡിൽ കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഐ കാർഡ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് എങ്ങനെയാണ് ക്രോം ബ്രൗസറിലൂടെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മേളിൽ ഐ കാർഡിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി കാണുക. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ മാനേജറിൻ്റെ ഒരു ഓപ്ഷൻ കാണുവാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോയിലാണ് ഐ കാർഡ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ എഡിറ്റിൻ്റെ ഒരു സിമ്പിൾ, ഒരു പെൻസിലിൻ്റെ സിമ്പിൾ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോയുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് സ്ക്രീന് ഐ കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഐ കാർഡാണ് ഇപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഐ കാർഡിൻ്റെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും, ഒരു പെന്നിൻ്റെ ഐക്കൺ കാണുവാൻ വേണ്ടി സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അതിൽ ഐ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മുടെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മുടെ ചാനൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലിങ്കുകൾ നമുക്ക് ഇതിനകത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, നമുക്കിപ്പോൾ ഒരു വീഡിയോ ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ കാർഡായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് കസ്റ്റം മെസ്സേജ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ടീസർ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടീസർ ടെക്സ്റ്റ് ആയിട്ട് മൈ ന്യൂ വീഡിയോ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റം മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ മൈ ന്യൂ വീഡിയോ അല്ലെങ്കിൽ വാച്ച് നെക്സ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ താഴെയായിട്ട് നമുക്ക് ഈ ഐ കാർഡ് എവിടെയൊക്കെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മളിങ്ങനെ മാറ്റി മാറ്റി നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ അവിടെ പ്ലസ് ഐക്കൺ വീണ്ടും കാർഡ് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ആ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വീഡിയോ വേണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം, മറ്റ് പ്ലേലിസ്റ്റുകൾ വേണമെങ്കിൽ പ്ലേലിസ്റ്റുകൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഐ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഐ കാർഡ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും എല്ലാം താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോളം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു കിടിലൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.